ആരുണ്ട് ആരില്ലെന്നൊന്നും നോക്കില്ല. എവിടെ ഉണ്ടായിരുന്നോ? ഞാൻ എത്ര നേരമായി വിളിക്കുന്നു, നിനക്ക് ചെവി കേക്കില്ലേ? കേട്ടെങ്കിൽ ഞാൻ മിണ്ടാതിരിക്കോ? അല്ല, ഈ ഒറ്റയ്ക്ക് ഇവിടെ ഇരുന്നിട്ട് എന്നാ ചെയ്തോണ്ടിരിക്ക? അതാ നിലം തുടക്കെ. നിലത്ത് എവിടേക്കാ പൊടി കിടക്കുന്നെന്ന് ഞാൻ നോക്കുമായിരുന്നു തുടച്ചു കളയാൻ. നിലം തുടയ്ക്കുന്ന കാര്യത്തിന് ഇത്രയധികം പ്ലാൻ ചെയ്യണോ? ഏയ് അതങ്ങനെയാ മോളെ. നോക്ക്, ഈ അന്തരീക്ഷം ശരിയല്ല. എപ്പോ എന്ത് സംഭവിക്കുന്നൊന്നും പറയാനേ പറ്റില്ല. പൊടി അഴുക്ക് എവിടെ ഉണ്ടെങ്കിലും വിട്ടുകളയരുത്. അതായില്ലെങ്കിൽ ഇതാവും. ഇതായാൽ അത് ഗ്യാരണ്ടി. അത് ഇതായി കഴിഞ്ഞാ പിന്നെ എല്ലാം കഴിഞ്ഞില്ലേ? പിന്നെ പറയണോ? അതുകൊണ്ടാ അതും ഇതും ഒന്നും ആവാതിരിക്കാൻ ടെൻഷൻ. ഇതാരാ എന്നെ പ്രൈവറ്റ് നമ്പറിൽ നിന്ന് വിളിക്കുന്നത്? ഹലോ ഹലോ. ഓ അമ്മ, എങ്ങനെയുണ്ട് മഹാരാജൻ? നിങ്ങൾക്ക് നല്ല വിഷമമുണ്ടെന്ന് മനസ്സിലായി. എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ താല്പര്യമില്ല. ഓരോ സെക്കൻഡും വളരെ ഇമ്പോർട്ടന്റ് അല്ലേ? അതുകൊണ്ട് നിങ്ങളോട് സംസാരിച്ച് ഈ ടൈം വേസ്റ്റ് ചെയ്യാൻ ഞാൻ റെഡിയല്ല. ഒരു മിനിറ്റ്. നമുക്കിടയിലെ കളിയിൽ ഞാനൊരു ഗോളിന് മുന്നിലെത്തിയെന്ന് കരുതിയ അസൂയ കൊണ്ടാണോ ഫോൺ കട്ട് ചെയ്തേ? ആരാണ് ആദ്യം ഗോൾ അടിച്ചതെന്ന് അല്ല പ്രധാനം, ആരാണ് ആദ്യം ജയിക്കാൻ പോകുന്നത് അതാണ് ഇമ്പോർട്ടന്റ്. ചലഞ്ച് വെച്ച് കളിക്കുന്ന നിങ്ങൾക്ക് കളിയുടെ റൂൾസ് ഞാൻ പറഞ്ഞു തരണമെന്ന് വെച്ചാ അത് നല്ല തമാശ. പൂച്ച വീണാലും 4 കാലിലാണെന്ന് പറയുന്നത് ഇതിനാണല്ലേ? ഞാൻ എന്ത് പറയാനാണോ നിന്നെ വിളിച്ചത് അത് പറഞ്ഞേക്കാം. നിനക്കിന്നൊരു ആക്സിഡന്റ് ഉണ്ടായില്ലേ? അത് അവിചാരിതമായിട്ടുണ്ടായതാണെന്നാണോ നീ വിചാരിച്ചത്? അതിന് പിന്നിലും ഈ ഞാൻ തന്നെയാ. ഇനി അങ്ങോട്ട് ഒരുപാട് ഷോക്കുകൾ നിന്നെ കാത്തിരിക്കുന്നുണ്ട്. ഷോക്കായ ഞാൻ മരിച്ചതായി കണക്കാക്കും. ഞാൻ തോൽക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. എന്താന്ന് വെച്ചാ ഞാൻ തോൽക്കുന്ന ദിവസം എന്റെ മരണമായിരിക്കും. പക്ഷെ അത്ര വേഗമൊന്നും ഞാൻ മരിക്കില്ല. അങ്ങനെയെങ്കിൽ നീ ഇത് എക്സ്പെക്ട് ചെയ്തിരുന്നോ? അതുപോലും മനസ്സിലാക്കിയില്ലെങ്കിൽ പിന്നെ നിങ്ങളുടെ കൂടെ ജീവിച്ചു എന്നതിന് എന്താ അർത്ഥം? എനിക്ക് ഈ ലോകത്ത് ശത്രുക്കളായിട്ട് ആരുമില്ല. അവൻ എന്നെ വന്ന് ഇടിച്ചിട്ടപ്പോഴേ എനിക്ക് മനസ്സിലായതാ ഇതിന്റെ പിന്നിൽ വേറെ ആരുമല്ല, ഇത് നിങ്ങളുടെ പണി തന്നെയാണെന്ന്. ആഹാ, കുഴപ്പമില്ലല്ലോ, നല്ല ഉഷാറാണല്ലോ. ഇത് നിനക്കൊരു പാഠമായിരിക്കട്ടെ. ഇനിയെങ്കിലും നിനക്ക് നല്ല ബുദ്ധി ഉണ്ടായാൽ നിനക്ക് നല്ലത്. എന്റെയും വേദാന്തിന്റെയും ഇടയ്ക്ക് കയറി വരരുത്. സ്വന്തം കാര്യം നോക്കി നീ ജീവിച്ചാൽ അറ്റ്ലീസ്റ്റ് ജീവനോടെങ്കിലും ഇരിക്കും. ഈ സുഹാസിനി മേനോനെ തോൽപ്പിക്കാൻ ആരെക്കൊണ്ടും കഴിയില്ല. അവന് കൊടുക്കേണ്ടത് കൊടുത്തു കഴിഞ്ഞു. ഇനി അങ്ങോട്ട് എന്ത് വേണമെന്നുള്ളത് ആലോചിച്ച് ചെയ്യേണ്ടതാ. പ്രമി, എന്താ മുഖം വാടിയിരിക്കുന്നത്? നിങ്ങളുടെ മനസ്സെനിക്ക് മനസ്സിലാവുമല്ലോ, അതുകൊണ്ടാ. പക്ഷെ നീ എന്താ ഇങ്ങനെ പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നാളെ നിങ്ങൾ ജോലിക്ക് പോകുന്ന അവസാന ദിവസമല്ലേ? നിങ്ങളുടെ മനസ്സിൽ എന്താ നടക്കുന്നതെന്നൊന്നും എനിക്കറിയില്ല. എങ്കിലും നിങ്ങൾ അത്രയും വിഷമത്തിലാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അതിന് ഇത്രയൊക്കെ ചിന്തിക്കാനുണ്ടോ പ്രമി? ഇന്നല്ലെങ്കിൽ നാളെ എല്ലാവർക്കും ഇങ്ങനൊരു ദിവസം ഉണ്ടാവില്ലേ? അങ്ങനെയൊന്നും അല്ലെന്നേ. ശ്രദ്ധയോടെ ആത്മാർത്ഥതയോടെ ഒത്തിരി കഷ്ടപ്പെട്ടതല്ലേ നിങ്ങള്. നാളെ കഴിഞ്ഞ് നിങ്ങൾക്ക് ജോലിയില്ലെന്നറിയുമ്പോ നിങ്ങൾക്ക് ഒരുപാട് സങ്കടമാവില്ലേ? അതുകൊണ്ട് പറഞ്ഞതാ.
എനിക്ക് ആ ഒരു സന്തോഷമുണ്ട് പ്രമി. ശ്രദ്ധയും ആത്മാർത്ഥതയില്ലാണ്ട് ജോലി ചെയ്യേണ്ട സന്ദർഭം ഒരിക്കൽ പോലും ദൈവം എനിക്ക് തന്നിട്ടില്ല. സത്യസന്ധമായി എന്റെ ജോലിക്കാലം പൂർത്തിയാക്കാൻ എനിക്ക് സാധിച്ചു എന്നതിൽ അഭിമാനമുണ്ട്. ഇത്രയും നാൾ എത്ര ശ്രദ്ധയോടും ആത്മാർത്ഥതയും കൂടിയാണ് ഞാൻ ജോലി ചെയ്തിരുന്നത്. ഇന്നും നാളെയും കൂടി അതേ ശ്രദ്ധയും ആത്മാർത്ഥതയും കൂടി തന്നെ ഞാൻ ജോലി ചെയ്യും. ഇത്രയും നാൾ അധ്വാനിച്ചതിന് നാളെ ഡിപ്പോയിൽ വെച്ച് ഒരു സമ്മാനദാനമുണ്ട്. എല്ലാവരോടും നന്ദി പറഞ്ഞ് മടങ്ങണം. നീ ഒന്നും ആലോചിച്ച് വിഷമിക്കണ്ട. നീ വിചാരിക്കുന്ന പോലെ ഒരു വിഷമമില്ല എനിക്ക്. നിങ്ങൾ എന്നെ സമാധാനിപ്പിക്കുന്ന അതേ രീതിയിൽ തന്നെ നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ സമാധാനിപ്പിക്കൂ. എനിക്ക് അങ്ങനെ വലിയ ചിന്തയൊന്നുമില്ല പ്രമി. വരുന്നതെല്ലാം നന്നായി നേരിടും. മക്കളെല്ലാം ഈ മാസം അവസാനമാണ് നിങ്ങളുടെ റിട്ടയർമെന്റ് എന്ന് വിചാരിച്ചേ. അത് നന്നായില്ലേ? അങ്ങനെ തന്നെ ഇരിക്കട്ടെ. എല്ലാവർക്കും അവരുടേതായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. കാര്യം അറിഞ്ഞ എല്ലാവർക്കും ചിന്ത തുടങ്ങും, എന്തു ചെയ്യുമെന്നൊക്കെ. ഞാൻ തന്നെ നാളെ അവരുടെ കാര്യങ്ങളെല്ലാം പറയാം. അതുവരേക്കും നീ അവരോടൊന്നും പറയാൻ പോകണ്ട, കേട്ടല്ലോ? മൈ ഡിയർ പ്രമി, റൊട്ടി റെഡിയായോ? എന്താ, എന്തു പറ്റി? എന്തു പറ്റാനാ? ഒന്നും പറ്റിയില്ല. റൊട്ടി റെഡിയായില്ല, അത്രേ ഉള്ളൂ. സത്യാണോ? റൊട്ടി റെഡിയായില്ലേ പ്രമി? റൊട്ടിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നീ അതെല്ലാം എടുത്ത് ബോക്സിലാക്കിയാൽ മാത്രം മതി. ഹലോ, പറയോടോ സുമേഷേ. ഇല്ല, ഞാനിന്ന് ഓഫീസിലേക്ക് വരുന്നില്ല. ഇന്ന് വേറെ പ്രോഗ്രാംസ് ഒന്നുമില്ലല്ലോ. ബാക്കിയെല്ലാം താനിനി ഈവനിങ് വിളിച്ച് ഫോളോ അപ്പ് ചെയ്യണം. ഞാൻ പറഞ്ഞല്ലോ ഓഫീസിലേക്ക് ഇല്ലാന്ന്. പിന്നെ എന്തിനാ ചോദിക്കുന്നേ? അള്ള ചെറുക്ക, മനസ്സിൽ ഇത്രയും സ്നേഹം വെച്ചോണ്ട് നാടകം കളിക്കാണല്ലേ? മുത്ത്, എന്റെ ചക്രയാണ്. ആയിക്കോട്ടെ സുമേഷേ, എനിക്കൊരു ഇമ്പോർട്ടന്റ് കാര്യമുണ്ട്. ഞാൻ തന്നെ പിന്നെ വിളിക്കാം. അമൂല്യ, എനിക്ക് ജീവനുള്ളിടത്തോളം കാലം എന്റെ അമൂല്യ എന്റെ കൂടെ വേണം. എനിക്കൊരിക്കലും സംസാരിക്കാൻ വാക്കുകൾ കിട്ടാതിരിക്കാറില്ല. പക്ഷെ നിങ്ങൾ എന്റെ മുന്നിൽ വരുമ്പോ മാത്രം ഞാൻ സൈലന്റ് ആവും. അതും നിന്നെ സ്നേഹിച്ചപ്പോ മുതല്. എന്തെങ്കിലും ഒന്ന് സംസാരിക്കൂ പ്ലീസ്. നിന്നോട് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. എല്ലാത്തിനും ധൈര്യമുള്ള ഞാൻ
നിന്നെ കാണുമ്പോ തൊട്ട് എനിക്ക് കൈയും കാലും വിറയ്ക്കാൻ തുടങ്ങും. സംസാരിക്കാൻ വാക്കുകളില്ലാതെ തപ്പിത്തടയും. എനിക്ക് നിന്റെ അടുത്ത് കുറിച്ച് സംസാരിക്കാനുണ്ട്. എന്റെ ഹൃദയം ഇത്രയും ഇടിക്കുന്നുണ്ടെങ്കിൽ നീ അത്രയും കഷ്ടപ്പെടുന്നത് എന്തു പറയാനാണെന്ന് എനിക്കറിയാൻ കള്ളച്ചെറുക്ക. നിനക്ക് വേണ്ടി എത്ര നാളായിട്ട് കാത്തിരിക്കുകയാണെന്ന് അറിയാമോ? അത് അമൂല്യ, എനിക്കറിയാം. വീട് നിന്റെ കാര്യത്തിൽ ഞാൻ ചെയ്തിരിക്കുന്ന കുരുത്തക്കേട് 1 2 നിന്നെ കിട്ടില്ല എന്ന് കരുതി വൺ വേ ലവേഴ്സിന്റെ സംഘത്തിൽ പോയി വലിയൊരു സ്പീച്ച് വരെ ഞാൻ പറഞ്ഞു. അത് വിട്, നിന്നെ കിട്ടില്ല, ബ്രേക്കപ്പ് ആയി എന്നുള്ള കാര്യത്തില് ബൈ മിസ്റ്റേക്ക് ഞാൻ അറിയാതെ കുടിച്ചുപോയി. എവിടെങ്കിലും ഇരുന്ന് സംസാരിച്ചാലോ? ആഹാ, കൊള്ളാലോ. നിന്നെ സ്നേഹിച്ചു എന്നുള്ള ഒരു കാരണം കൊണ്ട് ഞാൻ എത്ര കഷ്ടപ്പെട്ടു എന്നറിയാമോ? അപ്പൊ പിന്നെ അത്ര പെട്ടെന്ന് എന്നോട് ഐ ലവ് യു എന്ന് പറയാൻ ഞാൻ സമ്മതിക്കോ? അല്ല, ഞാൻ അനുഭവിച്ചതിന്റെ കുറച്ചെങ്കിലും നിനക്കും കൂടെ മനസ്സിലാവണ്ടേ? അമൂല്യ, അമൂല്യ, ശരി, നമുക്കൊന്ന് ഇരുന്ന് സംസാരിച്ചൂടെ? അയ്യോ, ഇത്രയും വലിയ ബോക്സും പിടിച്ച് നിൽക്കുന്ന കണ്ടിട്ട് ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ പോലും തോന്നില്ലേ? ഇതാ പിടിക്ക്. ശരി, ഇനി സംസാരിച്ചൂടെ നമുക്ക്? അതിനൊന്നും എനിക്കിപ്പോ സമയമില്ല. അതിലിരിക്കുന്ന റൊട്ടിയൊക്കെ തണുത്തു പോകും. ജസ്റ്റ് ഫോളോ മീ. ഇവൾക്ക് വട്ടല്ല, മുഴുവട്ട. ഞാൻ പറഞ്ഞത് കേട്ടില്ലേ? അരി റൊട്ടി എനിക്കാണോ? നീ എന്താ പ്രഗ്നന്റ് ആണോ? ഇത് ഓർഡർ ചെയ്ത അനുസരിച്ച് ഒരാൾക്ക് ഉണ്ടാക്കിയതാ. ചേച്ചിക്ക് കൊടുക്കാൻ കൊണ്ടുവന്നതാ, നിങ്ങൾക്കല്ല. ഞാൻ ഇവളോട് ഇഷ്ടം തുറന്നു പറയുന്ന ഭഗവാനോട് ഇന്നലെ പ്രോമിസ് ചെയ്തതല്ലേ. ഈ കഴുത എല്ലാം നശിപ്പിക്കുകയാണല്ലോ. വേദാന്ത്, എനിക്കും നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട്. പറഞ്ഞോ അമൂല്യ? ഐ ലവ് യു വേദാന്ത്. മരുമോനെ, ചെക്ക്. അമ്മേ, ചെസ്സിൽ ചെക്ക് പറയുന്നത് പോലെ ജീവിതത്തിലും ചെക്ക് പറയാൻ പറ്റിയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനോ അല്ലേ? എന്തുകൊണ്ട് പറ്റില്ല? എത്രയോ പല സന്ദർഭങ്ങളിലും നമുക്ക് ചെക്ക് പറയാൻ പറ്റുന്നുണ്ടല്ലോ. അത് തന്നെ അമ്മേ ഞാനും പറയുന്നേ. നമുക്കെപ്പോഴും ചെക്ക് വാങ്ങിച്ചാണ് ശീലം, കൊടുക്കാൻ ഒരിക്കലും പറ്റാറില്ല. അങ്ങനെയാണെങ്കിൽ കൊടുക്കാനുള്ള അവസരം ഉണ്ടെങ്കിൽ നിങ്ങൾ ആർക്ക് കൊടുക്കണമെന്നാ പറയുന്നത്? കൊടുക്കുവാണെങ്കിൽ വളരെ അടുത്തുള്ളവർക്കാ കൊടുക്കേണ്ടത്. നിങ്ങളെന്തോ ഇൻഡയറക്റ്റ് ആയിട്ട് സംസാരിക്കുവാണെന്ന് എനിക്ക് മനസ്സിലായി. എന്നോട് എന്തേലും പറയാനുണ്ടോ? അമ്മേ, ഞാൻ അമ്മയോടൊരു കാര്യം സംസാരിക്കണം എന്ന് ഓർത്തിരിക്കുകയായിരുന്നു. പക്ഷെ അത് നടക്കുന്നില്ല. മരുമോനെ, അതെന്താന്ന് നീ പറ. ഇവിടെ ഇപ്പൊ ആരുമില്ല. അമ്മയുടെ മോളെ പറ്റി തന്നെ എനിക്ക് സംസാരിക്കാനുള്ളത്.
ആ സാഹിത്യ പോയതിനു ശേഷം കുറച്ച് തണുക്കുമെന്നാ ഞാൻ കരുതിയത്. എന്താണെന്ന് വെച്ചാ അവളുടെ താളത്തിന് തുള്ളാൻ പറ്റിയ വേറെ ആരും ഇല്ലല്ലോ, അതുകൊണ്ടാ. ആ അത് സത്യമാണ്. എന്റെ നോട്ടത്തിൽ അവളിപ്പോ കുറച്ച് സോഫ്റ്റ് ആയിട്ടുണ്ട്. അയ്യോ ഇല്ലമ്മേ, അങ്ങനെ കരുതിയാൽ അത് തെറ്റായി പോകും. അവൾ ഉറപ്പായിട്ട് സോഫ്റ്റ് അല്ല. അവള് മനസ്സിൽ പകവെച്ച് പെരുമാറുന്നവളാ. ആണോ? അവളുടെ അമ്മയായതുകൊണ്ട് അവളെ കുറിച്ച് എല്ലാം അറിയാൻ സാധിക്കുമല്ലോ. അതുകൊണ്ട് ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ. അവള് പണ്ടത്തെ പോലെ എന്തെങ്കിലും പ്ലാൻ ചെയ്യുന്നതായിട്ട് അമ്മയ്ക്ക് എന്തെങ്കിലും അറിയാമോ? മരുമോനെ, നീ വെറുതെ എന്തിനാ ടെൻഷൻ അടിക്കുന്നത്? മോളായിട്ടുള്ള അവള് ഉഷാറാണെങ്കിൽ അവളുടെ അമ്മ ഞാൻ എത്ര ഉഷാറായിരിക്കും. ഈ വൈജയന്തി ഉള്ളിടത്തോളം നീ സുഹാസിനിയുടെ കാര്യം ഓർത്ത് ടെൻഷൻ അടിക്കേണ്ട കാര്യമേ ഇല്ല. എനിക്കെന്തോ ഒരു സംശയം തോന്നി, അതുകൊണ്ട് ചോദിച്ചതാ. വീട്ടിൽ അനർത്ഥങ്ങളൊന്നും നടക്കാൻ പാടില്ല എന്ന് മനസ്സിൽ ആഗ്രഹമുള്ളതുകൊണ്ട് ചോദിച്ചു പോയതാ. പറഞ്ഞല്ലോ മരുമോനെ, ഞാനിവിടെ ഉണ്ടല്ലോ. എല്ലാം അറിയാവുന്ന എന്നെ ഓർത്ത് നിന്റെ ഭാര്യയ്ക്ക് പേടിയുണ്ട്. അവൾ എന്നെ എന്തായാലും അനുസരിക്കും. അവൾ എന്താണോ ചെയ്യുന്നത് അത് ചെയ്യട്ടെ. അത് ശരിയാക്കാനല്ലേ ഞാനിവിടെ ഉള്ളത്. വാ, നമുക്ക് കളിക്കാം. ഐ ലവ് യു വേദൻ. ആസ് എ ഫ്രണ്ട് ഇത്രയൊക്കെ ഹെൽപ്പ് ചെയ്തില്ലേ അതിന്. അയ്യോ, ഇത്രയൊക്കെ കഷ്ടപ്പെടുന്നതിന് പകരം എന്നെ വിളിച്ചാ പോരെ, ഞാൻ ഹെൽപ്പ് ചെയ്യില്ലേ? നിന്റെ ചേച്ചി നിന്നെ കറക്റ്റ് പേരാ വിളിക്കുന്നത്, അഹങ്കാരി, പിശാചെന്ന്. ഹലോ, അതിനൊക്കെ പേറ്റന്റ് ഉണ്ട്. എല്ലാവർക്കും അങ്ങനെ വിളിക്കാനൊന്നും പറ്റില്ല. നീ നിന്റെ ചേച്ചിയെ പോലെ ഇങ്ങനെ സംസാരിച്ചോണ്ടേ ഇരിക്കുന്ന ഒഴിച്ചാൽ നീയും അവരും തമ്മിൽ ഒരു സാമ്യമില്ല. അല്ല, എന്തിനുണ്ടാവണമെന്നാ പറയുന്നേ? ഈ ലോകത്ത് ഒരാളെ പോലെ വേറൊരാൾ ഉണ്ടാവില്ല. ഇനി സാമ്യമില്ലെങ്കിൽ വേണ്ട, പക്ഷേ അവർക്കുള്ള കോമൺ സെൻസിന്റെ 50% പോലും നിനക്കില്ല. ഹലോ, അതല്ലേ എന്തിനാ ഇപ്പോ? അതെന്താന്ന് വെച്ചാ ചോദിക്കാതെയും പറയാതെയും കയറി വന്നില്ലേ? മാനേഴ്സ് ഇല്ലേ നിനക്ക്? ഇതിപ്പോ കുറച്ച് കൂടുന്നുണ്ട്. ഇവിടെ എന്താ നടക്കാൻ പാടില്ലാത്ത നടന്നേ? ഈ പ്രൈവസി എന്ന് പറയുന്നത് എനിക്കുമുണ്ട്. ആണുങ്ങൾക്കും മാനവും മര്യാദയൊക്കെ ഉണ്ടാകുമല്ലോ. അതിന് നിങ്ങൾ എന്തിനാ ഞാൻ നിങ്ങളെ മാനഭംഗം ചെയ്യാൻ വന്ന പോലെ പെരുമാറുന്നേ? അത്രയ്ക്ക് കുഴപ്പമുള്ളവരെ വാതിൽ അടച്ചിട്ട് വേണം തുണിയിടാൻ. നിന്റെ വാ തുറന്നാ പിന്നുണ്ടല്ലോ എങ്ങനെ സഹിക്കും നിന്നെ? അയ്യോ പാവം, വയ്യാതിരിക്കുന്നോണ്ടാ ഞാൻ വെറുതെ വിടുന്നേ. അല്ലാതെ എന്നെ പറ്റി ഇങ്ങനെ വല്ലതും പറഞ്ഞോണ്ടല്ലോ തീരെ നന്നാവില്ല. ദയവേദി ഇവിടുന്ന് ഒന്ന് പോ. പോകില്ല. എന്ത് ചെയ്യും നിങ്ങള്? എന്ത് ചെയ്യാനാ? ഒന്നുകൂടെ പറയാം, ദയവേദി ഇവിടുന്ന് പോ. പോകില്ല, പോകില്ല, പോകില്ല. നിങ്ങൾക്ക് എന്താ പറ്റുന്നതെന്ന് വെച്ചാൽ അങ്ങ് ചെയ്യും. വേറെന്ത് ചെയ്യാനാ? ഞാനിവിടുന്ന് പോയിക്കോളാം. കാണ്ടാ മൃഗം. ഇത് അമ്മ ഉണ്ടാക്കിയ പുതിന ചട്നിയാ. ഇത്രയും രുചിയുള്ള പുതിന ചട്നി ഈ ലോകത്ത് വേറെ എവിടെയും കിട്ടില്ല. അമ്മായിമ്മയുടെ ചട്നി ആണെങ്കിൽ അടിപൊളിയായിരിക്കുള്ളൂ. ഞാൻ ചോദിച്ചപ്പോ വലിയ കാര്യത്തിൽ ആദ്യിക്കാന്ന് പറഞ്ഞു. എന്നിട്ട് ഇവളെ എല്ലാവർക്കും കൊണ്ടുവന്നിട്ടുണ്ടല്ലോ. ഇവളോടൊന്ന് സംസാരിക്കാൻ വേണ്ടി ഓഫീസിലും പോകാതിരിക്കുക. എന്നിട്ട് ഈ കഴുത കാണിക്കുന്നു നോക്കിയേ. എന്താ മോനെ വേദാന്തേ, നീ ഇന്നും ഇവിടെ തന്നെ ഉണ്ടല്ലോ. എന്താ ഓഫീസിലേക്ക് പോകുന്നില്ലേ?
അത് മുത്തശ്ശി ഇപ്പൊ എല്ലാരും വർക്ക് ഫ്രം ഹോം അല്ലേ ചെയ്യുന്നത്, ഓഫീസിൽ പോകേണ്ട ആവശ്യമില്ല, അതുകൊണ്ടാ. അതൊന്നും ജോലിയാണെന്ന് ഞങ്ങളുടെ അടുത്തും പറയാലോ, ഞങ്ങൾ ഹെൽപ്പ് ചെയ്യല്ലേ. നീ തൽക്കാലം ഇതിരുന്ന് കഴിക്കാൻ നോക്ക്. ചേട്ടാ, ചേട്ടൻ ധ്രുവിന്റെ അടുത്ത് നൈസായിട്ടൊക്കെ കോംപ്രമൈസ് ചെയ്യുന്ന കാര്യം എനിക്ക് ഏതാണ്ടൊക്കെ മനസ്സിലായി. പക്ഷെ ഇപ്പൊ നിനക്കുള്ളത് ഒരേ ഒരു ജോലിയാ, റൗഡി കൊച്ചിനെ കഴുത്തിൽ താലി കെട്ടി സിന്ദൂരം അണിയിച്ച് കൊണ്ടുവരുന്ന കാര്യം. എന്താ ഓഫീസിലേക്ക് പോകുന്നില്ലേ? അത് മുത്തശ്ശി ഇപ്പൊ എല്ലാരും വർക്ക് ഫ്രം ഹോം അല്ലേ ചെയ്യുന്നത്, ഓഫീസിൽ പോകേണ്ട ആവശ്യമില്ല, അതുകൊണ്ടാ. അതൊന്നും ജോലിയാണെന്ന് ഞങ്ങളുടെ അടുത്തും പറയാലോ, ഞങ്ങൾ ഹെൽപ്പ് ചെയ്യല്ലേ. നീ തൽക്കാലം ഇതിരുന്ന് കഴിക്കാൻ നോക്ക്. ചേട്ടാ, ചേട്ടൻ ധ്രുവിന്റെ അടുത്ത് നൈസായിട്ടൊക്കെ കോംപ്രമൈസ് ചെയ്യുന്ന കാര്യം എനിക്ക് ഏതാണ്ടൊക്കെ മനസ്സിലായി. പക്ഷെ ഇപ്പൊ നിനക്കുള്ളത് ഒരേ ഒരു ജോലിയാ, റൗഡി കൊച്ചിനെ കഴുത്തിൽ താലി കെട്ടി സിന്ദൂരം അണിയിച്ച് കൊണ്ടുവരുന്ന കാര്യം. റൗഡി കൊച്ചപ്പോ എന്റെ അനിയത്തിയിൽ നിന്ന് പ്രൊമോഷൻ കിട്ടി എന്റെ ഏട്ടത്തി ആവാൻ അധിക സമയമില്ല. ഈ അനിയന്റെ മൈൻഡ് വോയ്സ് ഒന്ന് കേക്കെന്റെ ചേട്ടാ. അയ്യോ, ഏട്ടത്തിക്ക് താഴേക്ക് വരാൻ പറ്റില്ല. പാവം, അമ്മ ഉണ്ടാക്കുന്ന റൊട്ടി കഴിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാൻ പോയി ചേച്ചിയെ ചൂട് റൊട്ടി കഴിപ്പിച്ചിട്ട് വരാം.